ഏറ്റവും കൂടുതൽ അപകടം നിറഞ്ഞൊരു വീഡിയോ ആയിരുന്നു എൻ്റെ ഈ റീസെൻ്റ് ഇട്ട വീഡിയോ ഉണ്ട്. എപ്പോഴും പറയാറുണ്ട് എൻ്റെ കയ്യിലുള്ള വാച്ചും ഞാനൊരു സ്പ്രേയും ഉപയോഗിക്കുന്നുണ്ട് ഇതുകൊണ്ട്. ഇപ്പോൾ നമസ്കാരം, വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മുടെ റീസെൻ്റ് നമുക്കൊരു കടി കിട്ടിയതിന് ശേഷം നമ്മുടെ റെഗുലർ പ്രേക്ഷകരൊന്നും കാണണമെന്ന് വിചാരിച്ചു, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു, അങ്ങനെ വന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ലാസ്റ്റ് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കടി കിട്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിനുശേഷം എൻ്റെ ഈ 4-4.5 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും മെസ്സേജും എന്നെ ഇത്രയും കോളുകൾ, അതായത് ഒരുപാട് പേര് എന്നെ വിളിച്ച് അന്വേഷിക്കുന്നു, വിവരങ്ങൾ തേടുന്നു. അതെനിക്ക് ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ ഈ റീസെൻ്റ് വീഡിയോയിൽ കുറേ കമൻറ്റുകൾ കണ്ടു, അതിനൊരു പ്രതികരണം എന്ന രീതിയിലൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. അതാണ് ആ വീഡിയോയുടെ ഉള്ളടക്കം. പിന്നെ എന്തായാലും ഇപ്പോൾ നമുക്ക് കടി കിട്ടിയിട്ട് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് തിരുപ്പൂരാണ്, പൊള്ളാച്ചേരി. ഇവിടെ നമ്മുടെ കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെ ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ യൂട്യൂബേഴ്സിൻ്റെ ഒരു ടീമാണ്, ഏകദേശം 10-50ഓളം പേരിറങ്ങുന്ന ഒരു ടീമാണ് നമ്മുടെ. അപ്പോൾ ഇന്ന് നിലവിൽ നമുക്ക് കളിക്കാൻ പറ്റിയില്ല, കാരണം അറിയാലോ, പരിക്ക് കാരണം റെസ്റ്റിലാണ്. കൈ ഇപ്പോഴും ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരു 4 മാച്ച് ഉണ്ടായിരുന്നു, 4 മാച്ച് മിസ്സായി. എന്നാലും ടീമിലൂടെ നമ്മളൊന്നും ഭാഗമായിട്ട് വന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് കളി തീരുവാണ്. നിങ്ങളുടെ നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകരുടെ ഒരുപാട് പേര് എന്താ പറയുക, യൂട്യൂബിലും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ കാണുന്ന ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സും കൂടെ നമ്മുടെ ടീമിൻ്റെ ഒപ്പം കളിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ചാണ് കളിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതിലേക്കുണ്ട്, അവിടെയൊക്കെ ഉണ്ട്. കുറച്ച് പേരെ ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇപ്പം വന്ന കാര്യം എന്ന് പറഞ്ഞാൽ കാര്യം പറയാം. എന്താണ് ഞാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിച്ചാൽ മുറിവ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, മുറിവ് ഓക്കെ ആയി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബിലേക്ക് ഞാൻ ഈ കാര്യം പറഞ്ഞില്ല, ഈ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ഞാനൊരു റിവ്യൂ വീഡിയോ വല്ല ഒരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഈ റീസെൻ്റ് കിട്ടിയ കടി എന്ന് പറഞ്ഞാൽ, എൻ്റെ ലൈഫിൽ ഈ 4.5 കൊല്ലമായിട്ട് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ കടിയാണ് ഈ ലാസ്റ്റ് കിട്ടിയത്. നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം, നമുക്ക് ഏകദേശം 7 കടിയോളം കിട്ടിയിട്ടുണ്ട്. ഈ ലാസ്റ്റ് കിട്ടിയ കടി 1 വർഷം മുന്നേ നമ്മുടെ കയ്യിൽ കടിച്ച ഒരു നാടൻ ഡോഗ് ഉണ്ട് ആലപ്പുഴയിൽ നിന്ന്, അതായിരുന്നു ഏറ്റവും ലാസ്റ്റ് കിട്ടിയ കടി. അത് അത്യാവശ്യം നല്ല ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു. അതിന് ശേഷവും ഏറ്റവും എന്താ പറയുക, ഈ റീസെൻ്റായിട്ട് കിട്ടിയ ഈ കടിയാണ് നമുക്ക് ഏറ്റവും വലിയ കടി. എനിക്ക് അത്ര മാരക മുറിവായിരുന്നു. 2 പല്ലാണ് ഏറ്റവും കൂടുതൽ ഇറങ്ങിയത്, ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും. ഞാൻ മുറിവെടുത്ത് കാണിക്കുന്നത്, നിങ്ങൾ ആ മുറിവ് കണ്ടാന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ടൊന്ന് കെട്ടിവെക്കാൻ പാടില്ല. ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ കെട്ടിവെച്ചത്. കാരണം ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ ഇച്ചിരി താമസമായിരുന്നു കേട്ടോ, ഒന്ന് ഹീലായി വരുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കെട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചതാണ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഓക്കെ ആണ്. പിന്നെ ഈ കമൻറ്റിനൊക്കെ ഒരു കോമൺ ആയിട്ടൊരു മറുപടി ആയിട്ട് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ ഓൾറെഡി വാക്സിനേറ്റഡാണ്, പ്രീ എക്സ്പോഷൻ ഡോസ് എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിന് മുന്നേ കിട്ടിയ കടിക്ക് ഞാൻ വാക്സിൻ എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രീ എക്സ്പോഷനൊക്കെ എടുത്തതുകൊണ്ടും വാക്സിനേറ്റർ ആയതുകൊണ്ടും ഞാൻ ഈ പ്രാവശ്യം വാക്സിൻ എടുത്തിട്ടില്ല. ഓൾറെഡി ഞാൻ വാക്സിനേറ്റഡ് ആണ്. അതുപോലെ ഡോഗും വാക്സിനേറ്റഡ് ആണ്. പിന്നെ നമ്മുടെ പ്രേക്ഷകർ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ പോയിട്ടുള്ള എല്ലാ ഡോഗിൻ്റെ ഹിസ്റ്ററി നമ്മൾ എടുക്കാറുണ്ട്. ഡോഗ് വാക്സിനേറ്റഡ് ആണോ എന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഡോഗിന് വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇതെല്ലാം ചോദിച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഈ കണ്ടന്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നത്. പിന്നെ അതിലുപരി എനിക്കൊരാൾ ചലഞ്ച് തരുമ്പോൾ, ഇപ്പം ഇന്ന് ഒരാളെ വിളിച്ച് എനിക്ക് ചലഞ്ച് തരികയാണ്, ഇങ്ങനൊരു ഡോഗുണ്ട്, എല്ലാവരും കടിക്കും ഡോഗുണ്ട്, നിങ്ങൾ ചലഞ്ച് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഡോഗിന് നടിക്കുമോ എന്ന് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ശരിക്കും പറഞ്ഞാൽ 1 മാസം ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ 1 മാസം കൂട്ടിയാണ് ഡേറ്റ് വെക്കുക. ഇപ്പോൾ ഇന്ന് എനിക്കൊരു ചലഞ്ച് തരുവാണെങ്കിൽ എനിക്ക് നാളെ അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ പറയും, ഓക്കെ, അടുത്ത മാസം ഇന്നിപ്പം 30 തീയതിയാണല്ലോ. അപ്പോൾ ഇന്ന് എനിക്ക് ചലഞ്ച് തരുവാണെങ്കിൽ ഞാൻ പറയും അടുത്ത മാസം 1-ാം തീയതി 2-ാം തീയതി വരാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇനി ഡോഗ് വേറെ എന്തെങ്കിലും റാബിസോ അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖത്തിൽ പെട്ടിട്ടാണ് അഗ്രഷൻ ആകുന്നതെങ്കിൽ ആ ഡോഗ് ഒരു 15 ദിവസത്തേക്കുള്ളിൽ ജീവിച്ചിരിക്കില്ല, ഡോഗ് ഡെഡായി പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത മാസം പോകുമ്പോൾ എന്താവും, കംപ്ലൈൻ്റ് ഉള്ള ഡോഗാണെങ്കിൽ 10-15 ദിവസത്തിനുള്ളിൽ ഡെഡാവുമല്ലോ. കംപ്ലൈൻ്റ് ഇല്ലാത്ത ഡോഗല്ലേ അങ്ങനെ നിൽക്കുകയുള്ളൂ. പിന്നെ ഒരു 99% ഈ പറഞ്ഞ പോലെ അഗ്രഷൻ ഡോഗുകളെന്ന് പറയുമ്പോൾ തന്നെ ചെറുപ്പം മുതലേ അഗ്രഷനായ ഡോഗുകളായിരിക്കും. അപ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചലഞ്ച് എടുക്കാറ്. അതായത് നമുക്ക് ഡോഗിന് ചലഞ്ച് തന്നാൽ ഒരു 10-15-20 ദിവസമെങ്കിലും ഞാൻ മുൻകൂട്ടി ഡേറ്റ് കൂടുതൽ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകാറുള്ളൂ. അപ്പോൾ കംപ്ലൈൻ്റ് ഡോഗാണ്, അങ്ങനെ കംപ്ലൈൻറ്റിൽ സംഭവിച്ച് ഡെഡായി പോയി. അപ്പോൾ അതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കടി കിട്ടിയിട്ടുള്ള ഡോഗാണെങ്കിൽ കടിച്ചാൽ മാത്രം ഞാൻ ഡോഗിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ചോദിക്കും, വാക്സിനേഷൻ പേപ്പറൊക്കെ കറക്റ്റ് നോക്കും. കടി കിട്ടിയില്ലെങ്കിൽ പിന്നെ അങ്ങനെ നോക്കാറൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുള്ളൂ ഹെൽത്തിൽ എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനൊരു പരമമായ സത്യം പറയാം. ഇപ്പം നമ്മൾ ഈ ഒരു കണ്ടൻറ്റ് തിരഞ്ഞെടുത്തു, ഇങ്ങനെ അഗ്രഷനുള്ള ഡോഗിനെ ചലഞ്ച് ചെയ്യുന്നൊരു കണ്ടൻറ്റ് തിരഞ്ഞെടുത്തു. ഏകദേശം 200-ൽ പരം ഡോഗുകളെ നമ്മൾ ചലഞ്ച് ചെയ്തപ്പോൾ 8 ഡോഗ് നമ്മളെ കടിച്ചു. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് നിങ്ങളെടുത്തു. 8 ഡോഗാണ് നമ്മൾ കടിച്ചത്. 200-ൽ പരം ഡോഗിനെ ഞാൻ ചലഞ്ച് ചെയ്തപ്പോൾ 8 ഡോഗ് കടിച്ചു. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് നിങ്ങൾ കണക്കോട്ട് വെക്കുക. അതിലുപരി ഞാൻ പറയാവുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ എല്ലായിടത്തും ട്രെയിനർമാരുണ്ട്, നമുക്ക് ഡോഗിന് ട്രെയിനർമാരുണ്ട്, അല്ലെങ്കിൽ ഡോഗിനെ ബോർഡിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ട്രെയിനർമാർക്ക് ഇപ്പോൾ കടി തന്നെ ആകണമെന്നില്ല. ഇപ്പോൾ ഒരു ഡോഗ് നമ്മളെ ബൈറ്റ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് അവൻ നഖം കൊണ്ടാലും നമുക്ക് ബൈറ്റിന് തുല്യമാണല്ലോ.
അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഡെയിലി ഈ പറഞ്ഞ പോലെ ഡോഗിനെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് എന്നേക്കാളും കൂടുതൽ ഒരു മാന്തലോ തോണ്ടലോ അല്ല ചെറിയൊരു പല്ലുകുളലൊക്കെ ആയിട്ട് എന്നേക്കാളും കൂടുതൽ അവർക്ക് സംഭവിക്കുന്നുണ്ടാകാം. അപ്പോൾ അവർ ചിലപ്പം പക്ഷെ അവരൊരിക്കലും പുറത്തേക്ക് വരുന്നില്ല. ഇപ്പോൾ ട്രെയിനർമാർക്ക് അടിയിട്ട് കയറി ട്രെയിനർമാർ ഒരിക്കലും പുറത്ത് പറയില്ല, കാരണം അത് അവരുടെ ട്രെയിനിങ്ങിനെ ബാധിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നിങ്ങൾ ആദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അവൻ നമ്മുടെ ഒരു പയ്യനാണ്. അപ്പോൾ അവനിപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞ് 1.5 കൊല്ലം, എനിക്ക് വന്നിട്ട് 4-5 കടിക്ക് മേലെ അവർക്ക് ഈ ട്രെയിനിങ്ങിന് ഇടയ്ക്ക് അപകടം പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെക്കാൾ അതായത് ഞാൻ പറയാം, നമ്മളെക്കാളും കൂടുതൽ ഈ ട്രെയിനർമാർ അല്ലെങ്കിൽ ഡോഗുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരെ കിട്ടുന്നുണ്ട്. അവരും വാക്സിനും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പം നമുക്കിവിടെ പ്രത്യക്ഷത്തിൽ നമ്മളെല്ലാം കടി കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്ര എന്താ പറയുക, ഒരു എല്ലാവർക്കും ഒരു ടെൻഷനാണ്, അയ്യോ എന്തെങ്കിലും പറ്റുമോ ടെൻഷൻ, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ വാക്സിൻ എടുത്തുകൊണ്ട് വേറെ ഹെൽത്ത് വിഷയങ്ങളൊന്നുമില്ല. നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്. നമ്മളൊരു പരിപാടിക്ക് ഇറങ്ങുമ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാണ് ഇറങ്ങുക, അല്ലെങ്കിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിക്കുമല്ലോ. അപ്പോൾ ആ ഒരു എന്താ ബേജാറൊന്നും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ട. പിന്നെ എല്ലാവരുടെ ധാരണയാണ് നമ്മൾ ഈ കടിക്കുന്ന പട്ടിയെല്ലാം പേപ്പട്ടി എന്നൊരു ധാരണ നമുക്ക് പൊതുവേ ഉണ്ട്. പക്ഷേ അത് നിങ്ങൾ അങ്ങനെ കണക്കാക്കാനുണ്ട്. ഈ കടിക്കുന്ന പട്ടിയെല്ലാം പേപ്പട്ടിയല്ല. അങ്ങനെ ആരെങ്കിലും ഞാൻ 7 മണി തട്ടിപ്പോണ്ട സമയം കഴിഞ്ഞു. കാരണം എനിക്കിപ്പം 4 കൊല്ലം മുന്നേ വൈറ്റ് കിട്ടിയാണ്. എവിടുന്ന്, മറ്റേ കണ്ണൂരിൽ നിന്ന്. അന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ മൊത്തം പറഞ്ഞു ആ പട്ടിക്ക് പേയാണ്, നീ ചത്തു എന്നൊക്കെ എന്നോട് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. ഈ കടിക്കുന്ന പട്ടിയെല്ലാം പേപ്പട്ടിയാന്നുള്ള ചിന്താഗതി എല്ലാവർക്കും മാറ്റി നിർത്തുക. ഇപ്പം നമ്മുടെ ഈ റീസെൻറ്റ് ഈ പട്ടിനെ എനിക്ക് ഈ ഡോഗ് ബൈറ്റ് തന്നിട്ട് ഇപ്പോൾ ഏകദേശം 14 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ലാസ്റ്റ് റീസെൻറ്റ് കടി കിട്ടിയിട്ട്. അപ്പോൾ ഒരു റാബിസൊക്കെ ബാധിച്ച ഒരാൾക്ക് പട്ടിയുടെ കടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ 10-14 ദിവസം ജീവിച്ചിരിക്കില്ല, അതിന് മുമ്പ് തട്ടിപ്പൂട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഈ കടിക്കുന്ന പട്ടിയെല്ലാം റാബിസ് പട്ടി, പേപശബാധയേറ്റ പട്ടിയാന്നുള്ള ചിന്താഗതി നമ്മളൊക്കെ മാറ്റണം. പിന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു ഡോഗിന് കടി കിട്ടിയപ്പോൾ വാക്സിൻ എടുക്കണം. അതിന് ഞാൻ വാക്സിൻ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എടുക്കാതിരിക്കരുത്. ഈ റീസെൻറ്റ് കടി കിട്ടിയപ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ജസ്റ്റ് സോപ്പിട്ട് കൈ കഴിയുന്നല്ലാതെ 2-3 പെയിൻ കില്ലറും വാങ്ങി കഴിച്ചു. പിന്നെ മുറിവ് ഹീലാകാൻ വേണ്ടിയുള്ള ആൻറ്റിബയോട്ടിക് എടുത്തുന്നല്ല വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. കാരണം അത്രയും വലിയ മുറിവായിരുന്നു. നമുക്ക് ശരിക്കും സ്റ്റിച്ചിടാനുള്ളൊരു മുറിവുണ്ടായിരുന്നു. എൻ്റെ പൊട്ടബുദ്ധി കൊണ്ട് ഞാൻ സ്റ്റിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഹീലാകാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ. പിന്നെ കളീൻ്റെ കാര്യം പറയുമ്പോൾ ആ നിൽക്കുന്നത് ആ നടന്ന് വരുന്നത് ഈഗിളാണ് കേട്ടോ. ഈഗിള് ഞങ്ങളെന്താ പറയുക, ഈ ക്രിയേറ്റർ സ്കോഡിൻ്റെ മാത്രമുള്ള കളിയായതുകൊണ്ട് ഞങ്ങളുടെ ഒരു 5-8-10 കളി ഞങ്ങൾക്ക് കഴിഞ്ഞായിരുന്നു. അപ്പോൾ എല്ലാവരും ജേഴ്സിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടെ. എല്ലാം ക്രിയേറ്റർ സ്കോഡാണ്. ഞങ്ങളുടെ യഥാർത്ഥ ജേഴ്സി എന്ന് പറഞ്ഞാൽ സീക്രട്ട് ഏജന്റ് ഇല്ലേ, ആളിട്ട ജേഴ്സിയാണ് യഥാർത്ഥ ഞങ്ങളുടെ ജേഴ്സി. നിങ്ങൾ കാണുമ്പോൾ റെഡാണോ ഓറഞ്ചാണോ അപ്പുറത്തെ നോൺ സ്ട്രൈക്കർ സീക്രട്ട് ഏജന്റ്, നോൺ സ്ട്രൈക്കർ അല്ലല്ലോ, അല്ല സ്ട്രൈക്കർ നിൽക്കുന്ന സീക്രട്ട് ഏജന്റ് ജേഴ്സിയാണ് സാധാരണ ജേഴ്സി. ഞാൻ ജേഴ്സി ഇട്ടിരുന്നാണ് പൂരി ഇട്ടത് കേട്ടോ. അപ്പുറം നോൺ സ്ട്രൈക്കർ എൻഡിലുള്ളത് ഈഗിളാണ് കേട്ടോ. ഈഗിളും സായിയാണ് ഇപ്പോൾ ബാറ്റ് ചെയ്യുന്നത്. എൻ്റെ ടീമാണ്, ഞങ്ങളൊരു ടീമാണ്. പിന്നെ യാതിൽ, അവിടെ നിൽക്കുന്ന യാതിലാണ് ഈ ലൈറ്റിൻ്റെ അടുത്ത് നിൽക്കുന്ന യാതിൽ. പിന്നെ അതിൻ്റെ അപ്പുറം ഹരിയുണ്ട്, ഹരിയല്ല ശ്രീരാജ് ഉണ്ട്. അതിൻ്റെ അപ്പുറം സോനുണ്ട്, ഷിയാസ് ഉണ്ട്. പിന്നെ അയാം സൂപ്പർ ഹീറോ ഉണ്ട്, പുള്ളിക്ക് അപ്പുറം ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാർ. ഓക്കെ, ഇപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. പിന്നെ ഞാൻ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ 4-4.5 കൊല്ലം ആകാൻ പോകുന്നു നമ്മളിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട്. ഈ കണ്ടൻറ്റ് വീഡിയോ, ഈ അഗ്രഷനുള്ള ഡോഗിൻ്റെ വീഡിയോ ചെയ്യാൻ 4.5 കൊല്ലം ആകുന്നു. ഈ 4.5 കൊല്ലത്തിൽ നമ്മൾ യൂട്യൂബിലിട്ടൊരു വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നത് ഇപ്പോഴാണ് കേട്ടോ. ഈ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തത് കാരണം വേറൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്കിതിനു മുമ്പ് കിട്ടിയ എല്ലാ കടിയുള്ള വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ അപ്ലോഡ് ചെയ്ത വീഡിയോ എല്ലാം ബ്ലർ ചെയ്യാതെ ഒറ്റ ഷോട്ടിലാണ് വീഡിയോ എടുത്ത് തീർക്കാറ്. നിങ്ങൾക്ക് കണ്ടാൽ എല്ലാവർക്കും അറിയുന്ന പ്രശ്നം, നമ്മൾ ഡോഗിൻ്റെ അടുത്തേക്ക് പോയി തീരുന്നവരെ ഒറ്റ ഷോട്ടിൽ വീഡിയോ എടുത്തിട്ട് തീർക്കുക ചെയ്യൽ. ഇൻട്രോയും ഫസ്റ്റ് ഷോട്ട് എടുക്കും. അത് നമ്മൾ ഡോഗിൻ്റെ അടുത്തേക്ക് എത്തുന്നതിന് മുന്നേ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ വീടിൻ്റെ പുറത്തുനിന്നോ ഡോഗ് കാണാതെ തന്നെ ഡോഗിൻ്റെ ഓണറുമായിട്ട് ഇൻട്രോ എടുക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡോഗിൻ്റെ അടുത്തേക്ക് പോയി തീരുന്നവരെ ഒറ്റ ഷോട്ടിൽ എടുത്ത് തീർക്കും. ആ ഇൻട്രോയും ഞാൻ ഡോഗിൻ്റെ അടുത്തേക്ക് പോയ ഷോട്ട് തമ്മിൽ കൂട്ടിച്ചേർത്ത് ഒറ്റ വീഡിയോ ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ ഇത്രയും കാലം ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ, ഇതിനു മുമ്പ് കിട്ടി 7 കടിയും ഡയറക്റ്റ് ബ്ലഡ് കാണുന്നെങ്കിൽ ബ്ലഡ് കണ്ട രീതിയിൽ, അല്ലെങ്കിൽ കടിയൊക്കെ ഞാൻ ബ്ലർ ചെയ്യാതെ ഡയറക്റ്റ് ഇട്ടുകൊണ്ടിരുന്നതാണ്. ഈ വീഡിയോ ഞാൻ അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്തു. സംഭവിച്ച വേറൊന്നുമല്ല, പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഇട്ടപ്പോൾ ഒന്നും കുഴപ്പമില്ലായിരുന്നു. പിറ്റേന്ന് വെളുപ്പിനെ അത് 24-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് നമ്മൾ സാധാരണ വീഡിയോ പോസ്റ്റ് ചെയ്തു. 25-ാം തീയതി വെളുപ്പിനെ ഒരു 10 മണി അതിന് യൂട്യൂബിൽ നിന്ന് എനിക്ക് മെയിൽ വന്നു, നിങ്ങളുടെ വീഡിയോയിൽ വയലൻസ് കൂടുതലാണ്, വീഡിയോ ഒന്നെങ്കിൽ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ 18+ ആക്കാന്ന് പറഞ്ഞ് വീഡിയോ ഇത് വന്നു. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് കുറേ പേരെ അങ്ങനെ കാണാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നു. 18+ കൺഫേം ചെയ്തിട്ട് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മനസ്സിലാ വീഡിയോ എടുത്ത് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഞാൻ 25-ാം തീയതി വൈകുന്നേരം വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, എനിക്ക് ഏറ്റവും കൂടുതൽ അഗ്രഷൻ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അപകടം നിറഞ്ഞൊരു വീഡിയോ ആയിരുന്നു എൻ്റെ ഈ റീസെൻ്റ് ഇട്ട വീഡിയോ. നിങ്ങൾ കണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെനിക്ക് ആദ്യമായിട്ട് അങ്ങനെ അനുഭവം ഉണ്ടായി. ഇട്ട വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് ഒന്ന് ബ്ലർ ചെയ്തിട്ട് പിന്നെ വീഡിയോ ഇടേണ്ട ഒരു ആവശ്യം വന്നു. അത് ഈ സംഭവത്തിൽ നടന്നു. പിന്നെ ഉള്ള ആൾക്കാരുടെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ, വീട്ടുകാർക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ചോദിക്കാറുണ്ട്.
വീട്ടുകാർക്ക് എതിർപ്പാണ്, സ്വാഭാവികമായിട്ട് അറിയാമല്ലോ. നമ്മുടെ അമ്മമാരൊരിക്കലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരൊരിക്കലും നമ്മളിങ്ങനെ ഒരു കടി കിട്ടി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവർ രണ്ട് കൈ നീട്ട് സ്വീകരിക്കില്ലല്ലോ. പക്ഷേ പിന്നെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഒരിക്കലും നമുക്ക് ഈ സാധനം ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇങ്ങനൊരു കണ്ടന്റ് തിരഞ്ഞെടുത്തു, ആ കണ്ടന്റിൽ ഞാൻ മുന്നോട്ട് പോകുന്നു. പിന്നെ വീട്ടിലെ അമ്മ ഈ പ്രാവശ്യം ഭയങ്കര ഉടക്കായിരുന്നു, എല്ലാ പ്രാവശ്യം ഉടക്കമുള്ള പോലെ ഈ പ്രാവശ്യം ഉടക്കായിരുന്നു. പിന്നെയും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലിയിൽ ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന വീട്ടിലാണെങ്കിലും എല്ലായിടത്തും വിഷയം തന്നെയാണ്, നമുക്ക് ഈ കടി കിട്ടുന്നതുകൊണ്ട് വിഷയം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നാട്ടുകാരുടെ വീട്ടുകാരുടെ കുറച്ച് എന്താ പറയുക, അവരുടെ കുറച്ച് ദേഷ്യങ്ങളൊക്കെ ഈ ഒരു ഇലാസ്റ്റിക് കടി കിട്ടിയപ്പോഴും എന്നോട് തീർത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് കിട്ടും. ഞാൻ പറഞ്ഞത് നമ്മളൊരു ചലഞ്ചിങ് കണ്ടനാണ്, അങ്ങനെ സംഭവിച്ചതാണ്. ചലഞ്ചിങ് കണ്ടനാണ് ഇത്. നമ്മൾ 100% ഇങ്ങനൊരു അപകടം നമ്മൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എപ്പോൾ വേണം കടി കിട്ടാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഡോഗിനെ ഈ വീഡിയോ ചെയ്യാറ്. പിന്നെ ആൾക്കാർ പറയലുണ്ട്, എപ്പോഴും പറയാറുണ്ട്, എൻ്റെ കയ്യിലുള്ള വാച്ചും ഞാനൊരു സ്പ്രേയും ഉപയോഗിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ ഇടത് കൈ കൊണ്ടാണല്ലോ എപ്പോഴും ഡോഗിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൊടുക്കുന്നത്, സ്മെല്ല് ചെയ്യാനൊക്കെ കൊടുക്കുന്ന ഇടത് കൈയാണ്. അപ്പോൾ എൻ്റെ വാച്ച് കഴിഞ്ഞിട്ടും കയ്യിൽ സ്പ്രേ അടിച്ചുകൊണ്ടാണ് ഡോഗ് കടിക്കാത്തതെന്ന് എല്ലാവരും പറയുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, എനിക്കിപ്പം ഏകദേശം 8 കടി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 8 കടി സമയത്തും എൻ്റെ കയ്യിൽ വാച്ചും ഉണ്ടായിരുന്നു, നിങ്ങൾ പറയുന്ന പോലെ സ്പ്രേ ഉണ്ടെങ്കിൽ സ്പ്രേയും ഉണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് കടി കിട്ടി. അപ്പോൾ ഈ വാച്ചും സ്പ്രേയൊന്നും അല്ല ഇവിടുത്തെ ഈ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ഈ ഡോഗ് അത്ര ഡൊമിനൻ്റ് ക്യാരക്ടർ ഡോഗായിരുന്നു. എന്ത് ചെയ്താൽ എന്താ വഴങ്ങാത്തൊരു ഡോഗായിരുന്നു. ആ വീഡിയോ കണ്ടവർക്ക് അറിയാം. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്പോട്ടിൽ തന്നെ ഡോഗ് കടിക്കുകയും ചെയ്തു. നമ്മൾ പറഞ്ഞു ഇന്ന സ്പോട്ടിൽ നിന്ന് ഡോഗ് കടിക്കുമെന്ന് പറഞ്ഞു, ഇന്ന സ്പോട്ടിൽ നിന്ന് ഡോഗ് കടിച്ചു. അപ്പോൾ എല്ലാ ഡോഗും ഇങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ, ഇവിടെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നമ്മൾ താത്തിട്ടില്ല. അത് എനിക്കറിയത്തുള്ളൂ, കാണുന്നവർക്ക് അറിയത്തില്ല. എൻ്റെ കോൺഫിഡൻസ് ലെവൽ ഞാൻ താത്താതെ തന്നെയാണ് ഡോഗിനെ ഇറക്കിയത്. പക്ഷേ സംഭവിച്ചത് വേറൊന്നുമല്ല, ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് കാര്യമില്ല. ആ ഡോഗിനെ ഞാൻ പറഞ്ഞില്ലേ, ഇറങ്ങി വന്നു കഴിഞ്ഞാൽ തന്നെ ഡോഗ് കൂട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരുമ്പം ഏകദേശം ഒരു 5-6 ആൾക്കാരെ കാണാനുണ്ടായിരുന്നു, വീഡിയോയ്ക്ക് ഒപ്പം വന്ന ആൾക്കാർ. അവരെല്ലാം ഡോഗിനെ കണ്ട് പേടിച്ച് വെക്കുവാണ്. ഓട്ടോമാറ്റിക് ഡോഗ് നോക്കുമ്പോൾ ചേച്ചീന് പെട്ടെന്ന് ഓണറെ കണ്ടപ്പോൾ ഡോഗ് കുറച്ചും കൂടെ പാനിക്കായി. പിന്നെ നേരെ നമ്മളെ നോക്കുന്നു, ചാർജ് ചെയ്യുന്നു. ഇത്രയാണ് സംഭവിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെല്ലാ സ്ഥലത്തും നടക്കുന്നൊരു കാര്യമാണ്. പിന്നെ എന്താ പറയുക, ചില സ്ഥലത്ത് കടിക്കും, ചില സ്ഥലത്ത് കടിക്കില്ല എന്ന് പറഞ്ഞാൽ, ചിലർക്ക് ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ സംഭവിച്ചാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ റിസ്ക്കും വരുംവരായികളെല്ലാം നമ്മൾ കണക്കൂട്ടിയിട്ട് തന്നെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ കമൻറ്റ് എഴുതുമ്പോൾ നിങ്ങൾ കുറേ പേരുടെ കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ എന്താ പറയുക, നമ്മളെ ഇങ്ങനെ അവർ ചില ആളുകൾ നല്ല രീതിയിൽ സംസാരിക്കുന്നു, ചില ആളുകൾ ഇങ്ങനെ എന്താ പറയുക, നല്ലവനായ അവർ മാത്രം നല്ലത്, നമ്മൾ മോശക്കാർ, അല്ലെങ്കിൽ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നൊക്കെ ഉള്ള ഉപദേശ കമൻറ്റുകളുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ പറഞ്ഞു വെച്ചാൽ, ഞാൻ ഈ കണ്ടത് തിരഞ്ഞെടുത്തത് എൻ്റെ മാത്രം വ്യക്തിപരമായ കാര്യമാണ്. നമ്മൾ കണ്ടന്റ് തിരഞ്ഞെടുത്തു, ഞാൻ ആരോട് അഭിപ്രായം ചോദിച്ചിട്ടല്ല, തിരഞ്ഞെടുത്തു, ഇങ്ങനൊരു കണ്ടന്റ് നിങ്ങളിലേക്ക് അവതരിപ്പിച്ചു. കേരളത്തിലോ ഇന്ത്യയിലോ ഒന്നും ഈ ഒരു കണ്ടന്റ് ചെയ്യുന്ന ആരും ഞാൻ ഇതുവരെ കണ്ടില്ല. വേൾഡിലുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, യൂട്യൂബിൽ ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല കേട്ടോ. എൻ്റെ കണ്ടന്റ് കേട്ടോ, സെയിം കണ്ടന്റ്, ഡോഗ് ചലഞ്ച് കണ്ടന്റ്, ഡോഗ് ട്രെയിനിങ് അല്ല, ഡോഗ് ചലഞ്ച് കണ്ടന്റ് വേറെ ആരും ചെയ്യുന്നത് ഞാൻ യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ സോഷ്യൽ മീഡിയ കണ്ടില്ല. പുറത്തല്ലാതെ ആൾക്കാരുണ്ടാകാം. അപ്പോൾ ഇങ്ങനൊരു കണ്ടന്റ് നമ്മൾ അവതരിപ്പിച്ചു. നമ്മൾ മലയാളി ആയതുകൊണ്ടായിരിക്കും ഈ മലയാളത്തിൽ മാത്രം കേരളത്തിൽ അത് ഒതുങ്ങിപ്പോയത്. മറിച്ച് ഞാൻ നോർത്ത് ഇന്ത്യക്കാരനോ അല്ലെങ്കിൽ ഹിന്ദിക്കാരനൊക്കെ ആയിരുന്നെങ്കിൽ അത്യാവശ്യം വേൾഡ് വൈഡൊക്കെ നമ്മുടെ വീഡിയോ ആയി പോയേനെ. സോ നമുക്കതിൽ അഭിമാനിക്കാം. നമ്മളിങ്ങനെ ഒരു കണ്ടന്റ് തിരഞ്ഞെടുത്തു. കോപ്പി അടിക്കാനോ അല്ലെങ്കിൽ എൻ്റെ കണ്ടന്റ് കണ്ടിട്ട് വേറെ ആരും അനുകരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടില്ല. സാധാരണ നമ്മുടെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ഒരു കണ്ടന്റ് പുതിയൊരു കണ്ടന്റ് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ കണ്ടന്റിന് 100 ചാനലുകൾ ഇറങ്ങും. പക്ഷേ നമ്മുടെ കണ്ടന്റിന് ഇന്നേ വരെ ഒരു കോമ്പറ്റീഷൻ വന്നിട്ടില്ല. കോമ്പിനേഷൻ വന്നാൽ നമുക്ക് സ്വാഗതം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ റീസെൻറ്റ് കിട്ടിയ കടിയും വീഡിയോ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ആൾക്കാർക്ക് ഇത് കയറി കാണുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നത്. ഇപ്പോൾ വെയിൽ കൂടി. അപ്പോൾ എന്തായാലും നമ്മുടെ 2-3 ഈ ഒരു കടി കിട്ടിയതുകൊണ്ട് ഏകദേശം 10-12 ദിവസവും നമ്മൾ 10 ദിവസം റെസ്റ്റ് ആയിരുന്നു കേട്ടോ. അനക്കാൻ പറ്റുമായിരുന്നു കൈ. 10 ദിവസത്തേക്ക് ഒരു രക്ഷയില്ലായിരുന്നു. ഇപ്പോൾ ഒരു 3 ദിവസമായിട്ടാണ് കൈക്ക് നനക്കാൻ പറ്റുന്നത്. അതുപോലെ നമ്മുടെ മാച്ച് മിസ്സായി. അപ്പോൾ എന്തായാലും കാണാം, വീഡിയോ കാണാത്ത ആൾക്കാരൊന്ന് കയറി കാണുക. ഓക്കെ, ബൈ ബൈ.